ഞാൻ എൻ്റെ വീട്ടിലാണ്. സഹദയ മന്ദിരത്തിൽ, ദീപായസ് പണിക്കരാണ് എൻ്റെ പേര്. സഹദയ മന്ദിരത്തിൽ എൻ്റെ വീട്ടിലാണ്. എൻ്റെ സ്വന്തമായിട്ടുള്ള വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇന്ന് ഞാനും എൻ്റെ അമ്മയും കൂടെ മന്ദിരത്തിലൊക്കെ പോയി. എല്ലാ തെളിവുകളുണ്ട്, എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇവന്മാർ ഭയങ്കര ഇതാണ്. എൻ്റെ അമ്മ അകത്തിരിക്കുമ്പം ഇവന്മാർ കഥകളുണ്ടാക്കുകയാണ്. ഞാനും വേറെ ആണുങ്ങളും കൂടിയാണ്. ഒന്നുമല്ല, ഞാനും എൻ്റെ അമ്മയും കൂടെയാണ് ഇതിനകത്ത് ജീവിക്കുന്നത്. ഇവന്മാരിപ്പോൾ എൻ്റെ എന്താണ് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിലൊക്കെ ഇൻറ്റേർണൽ സ്പേസിൽ ഇങ്ങനെ അടിച്ച് നിറച്ചേച്ച്, ഗ്യാസ് അടിച്ച് നിറച്ചേച്ച് നമ്മുടെ മൂക്കിനകത്തോട്ട് കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡുമായിട്ട് ഇങ്ങനെ ശ്വസിപ്പിച്ചിട്ട് നമ്മുടെ തലയിലോട്ടും നമ്മുടെ തലയുടെ ബാക്ക് സൈഡിലോട്ടും ഇങ്ങനെ ലേസറും സോണിക് വെപ്പണും കൂടെ ഒക്കെ അടിച്ച് നമ്മളെ ഹാം ചെയ്യാൻ നോക്കുന്നതിന്, നമ്മുടെ ലൈഫ് തന്നെ ലൈഫിന് തന്നെ ഇതാക്കാൻ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോക്കും അതും ഇതുമൊക്കെ വരുത്താൻ നോക്കുന്നു. പത്മജൻ എന്നവൻ പറഞ്ഞിട്ടുണ്ട് 7 ദിവസം കൊണ്ട് നിന്നെ ശരിയാക്കും. അവനങ്ങനെ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവനും ഇങ്ങനെ നന്നായിട്ട് നമുക്ക് എന്താ പറയുന്നത്, ലേസറൊക്കെ അടിക്കുന്നവനായിരുന്നു. ഇവിടെ വന്നിരുന്നു. ഇവൻ്റെ വേലയെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം മന്ദിരത്തിലായിരുന്നു. ഇന്ന് ഇവൻ ഇവിടെയൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇവൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇവൻ അടിക്കുന്നവനാണ്. അതുപോലെ ഇവൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മന്ദിരത്തിൻ്റെയും ഇവൻ്റെ ഒരു റൂമുണ്ട്. മന്ദിരത്തിൻ്റെ കിഴക്കേ അറ്റത്ത് വടക്ക് വശത്തായിട്ടൊരു റൂമുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലമുണ്ട്. അവൻ അതിനകത്ത് കയറി ഇങ്ങനെ ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിനിടയിലുള്ള സ്പേസിലോട്ട് മാറി എന്ന് വെച്ചാൽ ഈ അവിടെ ഒരു ആർക്ക് വേണമെങ്കിലും വന്ന് നോക്കിയാൽ മനസ്സിലാവും അവിടെ ഒരു സ്പേസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അവിടെ ഇങ്ങനെ മാറി ഇങ്ങനെ നിന്നിങ്ങനെ എപ്പോഴും ഫോൺ ചെയ്യുന്നതും ഫോൺ പ്രവർത്തിപ്പിക്കുന്നതൊക്കെ നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവൻ ഇത് അടിക്കുന്നതായിരുന്നു ഭയങ്കര മെയിനായിട്ടുള്ള ഇവൻ്റെ പരിപാടി. പിന്നെ ഇവന് അങ്ങനെ നമ്മളോട് ഭീഷണിയാണ്. ഇവന് എന്താ, നിന്നെ 7 ദിവസത്തിനുള്ളിൽ കാണിച്ചു തരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് കഥയുണ്ടാക്കണം. ഇവൻ എൻ്റെ ആരോ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഥയുണ്ടാക്കിയിട്ട് ഇവന് പൈസയും അതും ഇതൊക്കെ അടിക്കണം. ഇൻഷുറൻസ് ലൂട്ട് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഇവന്മാരുടെ കൂട്ടത്തിൽ ഇപ്പം വലിയ മോഹൻ സിംഗിൻ്റെയും സോമരാജൻ്റെയും കൂട്ടത്തിൽപ്പെട്ടതാണ് ഇവൻ. ഇവന്മാരാണ് ക്രിമിനൽസിന് നേതൃത്വം നൽകുന്നത്. സോമരാജനും സദാനന്ദ മന്ദിരത്തിൽ സോമരാജനും പിന്നെ സദാനന്ദത്തിൽ സോമരാജൻ, സദാനന്ദത്തിൽ മോഹൻ സിംഗ്, പിന്നെ ഈ സൽപ്പകവല്ലി എന്ന് പറയുന്ന പോച്ചയിലെ സൽപ്പകവല്ലി എന്ന് പറയുന്ന അവളുടെ ഭർത്താവായിട്ട് വന്ന് കയറിയ ഒരു മലപ്പുറത്തുകാരനായ സുബ്രഹ്മണ്യൻ. ഇവന്മാരാണ് ഭയങ്കര എന്താണ് ഇതായിട്ട് നടക്കുന്നത്. നമ്മളെങ്ങനെയും വകവരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടെ ഇവൻ നടക്കുകയാണ്. ഒന്നി വകവരുത്തി നമ്മുടെ ഇൻഷുറൻസ് അടിക്കണം, അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ ആരുടെയെങ്കിലും കൂടെയൊക്കെ ഇരിക്കുന്നു എന്നൊക്കെയുള്ള കഥകളുണ്ടാക്കി ബ്രേക്കപ്പ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാക്കണം. അതുപോലെ നമ്മളെ ഇവന്മാരുടെ വേലകളാണ് ഭയങ്കര. നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ വരുവാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തികെട്ട വീഡിയോസൊക്കെ നിങ്ങളുടെ ഇതിലേക്ക് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ, അത് നിങ്ങൾ വീക്കായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയുടെ ഉടമ ആണെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവന്മാരുടെ വിചാരം നിങ്ങൾ അങ്ങനെയൊക്കെ അങ്ങ് പോകും. ഇതൊക്കെ കാണുമ്പോഴും ഇതൊക്കെ വായിക്കുമ്പോഴും എന്ന് വെച്ചാൽ ബ്ലൂ ഫിലിമിൻ്റെ രീതിയിലുള്ള കുറച്ച് ഇതൊക്കെ അവന്മാരിടും. നമുക്ക് അങ്ങനെ വെറും തെറി രീതിയിലുള്ള ഇതൊക്കെയാണ് ഇവന്മാരിടുന്നത് നമ്മുടെ യൂട്യൂബിനകത്തോട്ടൊക്കെ. വെച്ചാൽ നമ്മളിതൊക്കെ കാണുമ്പോഴത്തേനും നമ്മളങ്ങ് ഭയങ്കര വീക്കാണ് നമ്മുടെ ക്യാരക്ടർ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഇവന്മാർ അങ്ങനെയൊക്കെയുള്ള രീതിക്ക് പോകും എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടെ ആണ് ഇവന്മാർ ഇതിടുന്നത്. അങ്ങനെയൊക്കെ പോയാൽ ഇവന്മാർക്ക് ഇങ്ങനെ കഥകളുണ്ടാക്കാമല്ലോ. ഇങ്ങനെ കണ്ടവൻ കയറി അവനുമായിട്ടാണ് ഇപ്പം എന്നൊക്കെയുള്ള കഥകളുണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് ഇവന്മാർ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ നിങ്ങളുടെ ഫോണിൽ വരികയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ ബാക്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുള്ളതാണ് അതിൻ്റെ സൂചന. മനസ്സിലായില്ലേ? അപ്പം പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മളെ ട്രാപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് ഇവന്മാർ. നമ്മുടെ ഹെൽത്ത് ഇതാക്കുക, പിന്നെ നമ്മളെ എങ്ങനെയെങ്കിലും നമ്മുടെ ഹെൽത്തും നമ്മളുടെ സൗന്ദര്യം നശിപ്പിക്കണം. ലേസർ അടിച്ച് നമ്മുടെ സൗന്ദര്യം നശിപ്പിക്കണം. അത് കുട്ടനെന്ന് പറയുന്നവൻ പറഞ്ഞിട്ടുണ്ട്. അവൾ മുഖത്ത് എന്താണ് മോഹിനിയാട്ടം നടത്തുന്ന മുഖത്ത് ഇതൊക്കെ തേച്ചുകൊണ്ട് എപ്പോഴും തേച്ച് വെച്ചിരിക്കുന്ന മുഖത്ത്. ഇവന് ഭയങ്കര രോഗമാണ് നമ്മൾ മുഖത്ത് തേക്കുന്നതിന്. പിന്നെ എന്താടി നിൻ്റെ സൗന്ദര്യം, ലേസർ അടിച്ചാൽ നിൻ്റെ സൗന്ദര്യം പോടി എന്ന് ചോദിക്കുന്ന വ്യക്തമായ എല്ലാ ഇതും നമ്മുടെ ഈ കിട്ടിയിട്ടുണ്ട്. അപ്പം ലേസർ അടിക്കുന്നത് നമ്മുടെ സൗന്ദര്യം കളയാനാണെന്നുള്ളതിന് വലിയ തെളിവാണ്. നമ്മളുടെ പുരികമെല്ലാം വലിച്ചു പറിക്കുക. നമ്മൾ ബ്യൂട്ടി പാർലറിലൊന്നും പോകുന്ന ആളെയല്ല. നമ്മളങ്ങനെ സൗന്ദര്യം കൂട്ടാൻ ബ്യൂട്ടി പാർലറിലൊന്നും നടക്കുന്ന ഒരാളുമല്ല. 1000 2000
1000 രൂപയൊന്നും നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി കളയാറില്ല. നമ്മൾ എന്താ ഇത് തന്നെ പുരട്ടുന്നത് ഇവന്മാർ നമ്മുടെ മുഖത്തേക്ക് പോയിസണസ് ഗ്യാസ് അടിച്ച് ബേൺ ചെയ്യിപ്പിക്കും നമ്മുടെ സ്കിൻ. അതുകൊണ്ട് നമ്മുടെ പോയിസണസ് ഗ്യാസ് നമ്മുടെ സ്കിന്നിൽ വന്ന് ടച്ച് ചെയ്യാതിരിക്കാനാണ് നമ്മൾ ഈ അല്ലാതെ വേറൊരു സൗന്ദര്യം കൂട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയല്ല. അതുതന്നെയല്ല, നിങ്ങൾക്കൊക്കെ അറിയാം എന്താണ് അതിൻ്റെ പേര്, ഈ മുൾത്താണി മിട്ടി അങ്ങോട്ട് പുരട്ടിയാൽ സൗന്ദര്യം കൂടാനായിരുന്നെങ്കിൽ എല്ലാവരും അതങ്ങ് പുരട്ടി അങ്ങ് സൗന്ദര്യം കൂട്ടിയാൽ മതിയായിരുന്നല്ലോ, കുരങ്ങ് പോലെ ഇരിക്കുന്നവരും. അതൊന്നുമല്ല, നമുക്ക് പൊതുവേ സൗന്ദര്യം ഉള്ളതാണ് നമ്മുടെ കയ്യിലുണ്ട്. ഇതിനുള്ള എല്ലാ ഇതും നമ്മുടെ കളർ എങ്ങനെയാണെന്നും റിയൽ കളർ അതെങ്ങനെ ഇവന്മാർ കറപ്പിക്കുമെന്നും ഒക്കെ ഉള്ളതിന് എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവന്മാരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ ഇവന്മാരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നാട്ടുകാരൊന്നും അറിയരുതെന്നുള്ള ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നോടൊരാൾ പറഞ്ഞ്, നിങ്ങളൊരു കാര്യം ചെയ്യണം, നല്ലൊരു സ്പീക്കർ വാങ്ങിച്ചിട്ട് ഇവൻ ചീത്ത വിളിക്കുന്നത് റോഡിലേക്ക് ആ സ്പീക്കർ കൊണ്ടുവന്ന് വെക്കണം, ആൾക്കാർ കേൾക്കണം, ചോദിക്കണം ഇതാരാണ്. അപ്പോൾ ആൾക്കാർക്കറിയാം ഇവനാണെന്ന് പറഞ്ഞ് അവിടെ ഇത് ഓണാക്കി നിങ്ങൾ വെക്കണം. കാരണം ഇവൻ അവിടെ അങ്ങ് അകത്തിരുന്ന് ഇവൻ ചീത്ത വിളിക്കുന്നത് കേൾക്കുന്നില്ല ആളുകൾ. അതുകൊണ്ടാണ് കുഴപ്പം. നിങ്ങൾ ചീത്ത വിളിക്കുന്നത് നിങ്ങൾ സംസാരിക്കുന്നതേ കേൾക്കുന്നുള്ളൂ. നിങ്ങൾ സംസാരിക്കുന്നത് പക്ഷേ ചീത്ത വിളിച്ചല്ലെന്ന് എല്ലാവർക്കും അറിയാം. അവർ പറയുകയാണ് നിങ്ങൾ കാര്യങ്ങളാണ് പറയുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇവൻ ചീത്ത വിളിക്കുന്നത് ഇത്രമാത്രം ചീത്തയാണ് ഇവൻ വിളിക്കുന്നതെന്നുള്ളത് ആരും കേൾക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു സ്പീക്കർ വാങ്ങിച്ച് അവിടെ വെച്ച് നിങ്ങളിത് ഓണാക്കണം. ആളുകൾ പോകുന്നവർ ഇത് കേൾക്കണം. അവർ ചോദിക്കണം ഇതെന്താണ്, ഇതാരാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡേറ്റ് സഹിതം പറഞ്ഞിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ വരെ 24 മാർച്ച്. ഓരോ ദിവസത്തെയും ഇവൻ ചീത്ത വിളിക്കുന്ന അനുസരിച്ചാണ് ഇവൻ ഇതുവഴി പോകുന്നുണ്ടെ ഞാൻ എൻ്റെ അമ്മയെ വിളിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഭയങ്കര ഇതാണ് ഇവൻ. ഞാൻ എൻ്റെ അമ്മയെന്ന് വിളിച്ച ഉടനെ ഇവൻ പാലുകോട് 45 വയസ്സ്, 50 വയസ്സ്, 52 വയസ്സ്, അങ്ങനെ പല ഇതും പറഞ്ഞിങ്ങനെ ഭയങ്കര രോഗമായിട്ടാണ് പോകുന്നത്. പിന്നെ അവിടെ ചെന്ന് അവനങ്ങ് ഭയങ്കരമായിട്ടങ്ങ് അവൻ്റെ വീടങ്ങ് ഇച്ചിരി ഉള്ളിലോട്ട് മാറുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ അവിടെ കിടന്നങ്ങ് ഭയങ്കര ബഹളമാണ് ഇവൻ, ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ച് നമ്മളെ അങ്ങ് ബഹളം വയ്ക്കുകയാണ് അവൻ. അപ്പോൾ ഇതൊന്നും ആൾക്കാർ കേൾക്കുന്നില്ലെന്ന് എന്നോട് പലരും പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഒരു കാര്യം ചെയ്യണം, നിങ്ങളൊരു സ്പീക്കർ വാങ്ങിച്ച് ഇത് വെക്കണം, ഇത് ഇവന്മാരെ കേൾപ്പിക്കണം, നാട്ടുകാരെ കേൾപ്പിക്കണം, നാട്ടുകാർ കേൾക്കണം ഇവനാണ് വിളിക്കുന്നത്, ഇവൻ ഇങ്ങനത്തെ ചീത്തയാണ് വിളിക്കുന്നതെന്ന് നാട്ടുകാർ അറിയണം എന്ന് എന്നോട് പലരും പറഞ്ഞ്. അങ്ങനെ ഇവന്മാരങ്ങനെ പല രീതിയിൽ ഇതുപോലെ നമ്മുടെ ഇൻഷുറൻസ് ലൂട്ട് ചെയ്യാനായിട്ട്, നമ്മുടെ LLB ഡിഗ്രി വെച്ച് ഇൻഷുറൻസ് ലൂട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾക്ക് മാനസിക രോഗം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ഇവന്മാർ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്കൊരു കുഴപ്പമില്ല. ഇവന്മാർ എൻ്റെ ഇൻഷുറൻസ് എങ്ങനെയെങ്കിലും അടിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ എൻ്റെ LLB ഡിഗ്രി വെച്ച് ജോബ് ലോസ് ഇൻഷുറൻസ് വാങ്ങിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് എനിക്ക് മാനസിക രോഗം ഉണ്ട് എന്ന് പറയുന്നതെന്ന് ആൾക്കാർക്ക് മനസ്സിലായി. അവരും പറഞ്ഞ് ഇതൊക്കെ ആൾക്കാർ അറിയണം, നിങ്ങളല്ല ഈ പ്രശ്നം, ഇവനാണെന്നുള്ളത് നാട്ടുകാർ. അതുകൊണ്ടാണ് മന്ദിരത്തിലുള്ളവരോട് ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട, മന്ദിരത്തിലുള്ളവരിതൊന്നും കോടതിയിലോ വല്ലടവും കൊണ്ട് കൊടുക്ക് എന്ന് പറയുന്നതിന് ഉദ്ദേശം. അതുകൊണ്ട് നിങ്ങൾ നാട്ടുകാരെ ഇത് തീർച്ചയായിട്ടും അറിയിക്കണം. ഇവന്മാരെന്തൊക്കെയാണ് വിളിക്കുന്നത്, എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് അറിയിക്കണം, എങ്ങനെയും അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നോട്ടീസ് പോലോ എങ്ങനെയെങ്കിലും ഇവന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി കോപ്പിയെടുത്തോ അല്ലെങ്കിൽ എങ്ങനെയോ ചെയ്തോ നിങ്ങൾ വിതരണം ചെയ്ത് ഇവന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ നാട്ടുകാരറിയണം എന്നുള്ളത് എന്നോട് പല ആൾക്കാരും പറഞ്ഞു കഴിഞ്ഞു. എന്നോട് ഒത്തിരി പേര് ഇത് നമ്മൾ കേൾപ്പിച്ചപ്പോഴാണ് ഇതൊക്കെ കേട്ടവർ. ഇന്ന് ഒരാളെ കേൾപ്പിച്ച ഒരു കൊച്ചവിടെ വന്നു. കൊച്ചെന്ന് പറഞ്ഞാൽ കൊച്ചല്ല, നമ്മളങ്ങനെയല്ലേ പറയാൻ പറ്റും. അപ്പോൾ അവരിത് കേൾക്കുമ്പോൾ അവരിങ്ങനെ കണ്ണടക്കുക, ഇങ്ങനെ യോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഇത് സത്യസന്ധമായ കാര്യമാണ്. അവരിങ്ങനെ അപ്പോൾ ചോദിച്ചു എന്താ മോളെ ചോദിച്ചപ്പോൾ ഇത് ഞാൻ പറഞ്ഞു നിങ്ങൾക്കിത് കേൾക്കാൻ വയ്യായോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതെങ്ങനെ കേൾക്കും. ഞാൻ പറഞ്ഞു ഞാനിത് ദിവസവും കേൾക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് എങ്ങനെ കേൾക്കും ദിവസവും, ഇതാരാ ഇങ്ങനെ ദിവസവും കേൾക്കുന്നത്, ഇതാരാ ഇതെന്ന് ചോദിച്ചുകൊണ്ട് അവരിങ്ങനെ. അപ്പോൾ ഒരാൾ പറഞ്ഞു മോളെ ഇതങ്ങ് ഓഫ് ചെയ്യും. അപ്പോൾ അവർക്ക് മനസ്സിലായി അത്രയ്ക്കും പന്ന സംസാരമാണ് ഇവൻ സംസാരിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ ഇതൊക്കെ വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതുപോലെയുള്ള കേൾപ്പിച്ചപ്പോൾ ആൾക്കാർ പറയുന്നത് ഇവനെക്കുറിച്ച് അതുപോലുള്ള ഭാഷകളാണ് ഇവൻ പറയുന്നത്. മായും പൂവും ഒക്കെ ചേർത്തുള്ള തെറികളാണ് ഇവൻ വിളിക്കുന്നത്. പിന്നെ അനാവശ്യം തന്നെയാണ് പറയുന്നത് ഇവൻ. അനാവശ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര അനാവശ്യമാണ് പറയുന്നത് ഇവൻ. അപ്പം ഇതൊക്കെയാണ് സത്യസന്ധമായ കാര്യങ്ങൾ. ഇപ്പോൾ സമയം 10:56. എൻ്റെ വീട്ടിലാണ് ഞാൻ, എൻ്റെ അമ്മയുടെ കൂടെ. ഓക്കെ, ടുഡേ ഈസ് 24th മാർച്ച്.